قلبي دوما يغمرني من فيض ضياء. آيات المولى تدفعني نحو العليا. والكون الواسع في صدري أحضنه أرضا وسماء. يا ربي قد نلت. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാന്യരായ സഹോദര സഹോദരിമാരെ, നമ്മൾ സൂറത്തുൽ മുസമ്മിലാണ് പഠിക്കുന്നത്. 9-ാമത്തെ ആയത്തിലാണുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റബ്ബുൽ മശ്രിഖി വൽ മഗ്രിബി ലാ ഇലാഹ ഇല്ലാ ഹുവ ഫത്തഖിർഹു വകീലാ. ഉദയസ്ഥാനത്തിൻ്റെയും അസ്തമയ സ്ഥാനത്തിൻ്റെയും റബ്ബാണ് അല്ലാഹു. ലാ ഇലാഹ ഇല്ലാഹു, അല്ലാഹു അല്ലാതെ ഇലാഹില്ല. ഫത്തഖിർഹു വകീലാ, അതുകൊണ്ട് താങ്കൾ എല്ലാ കാര്യങ്ങളും അല്ലാഹുവിനെ ബരമേൽപ്പിക്കണം, അള്ളാഹുവിനെ ബരമേൽപ്പിക്കപ്പെട്ടവനാക്കണം എന്ന്. തവക്കുലിൻ്റെ വിവിധ രൂപങ്ങൾ നമ്മൾ പറഞ്ഞു. തവക്കുല് മാത്രം പോരാ, ചടഞ്ഞിരിക്കാൻ പാടില്ല, നമ്മൾ അധ്വാനിക്കുകയും കൂടി വേണം എന്ന് പറഞ്ഞു. ഈ തവക്കുല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ പ്രോത്സാഹിപ്പിക്കുകയും എപ്പോഴും അത് കൊണ്ടു നടക്കണം എന്ന് പറയുകയും ചെയ്തിരുന്നൊരു വിഷയമാണ്. അതിന് ഏറ്റവും പ്രധാനമായി തങ്ങൾ പറഞ്ഞിരുന്നൊരു മാർഗം ഇസ്തിഖാറത്തായിരുന്നു. ഏത് കാര്യത്തിലും നമ്മൾ അള്ളാഹുവിൽ തവക്കുല് ചെയ്തിട്ടാണല്ലോ ഇറങ്ങേണ്ടത്. അപ്പോൾ ഏതൊരു പ്രധാനപ്പെട്ട കാര്യം ചെയ്യുമ്പോഴും അള്ളാഹുവിനോടൊന്ന് കൂടി ആലോചിച്ചാൽ, ഖൈറിനെ തേടിയാൽ അതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ ആ വിഷയത്തിൽ അള്ളാഹുവിൽ തവക്കുല് ചെയ്തു എന്നാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്തിഖാറത്ത് ശരിക്കും സഹാബികൾക്ക് പഠിപ്പിച്ചു കൊടുത്തിരുന്നത്. ഹദീസിൽ കാണാം, കാനൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യുഅല്ലിമു അസ്ഹാബഹുൽ ഇസ്തിഖാറത കമാ യുഅല്ലിമുഹുമുസ് സൂറത മിനൽ ഖുർആൻ. ഖുർആനിൽപ്പെട്ട ഒരു സൂറത്ത് പഠിപ്പിച്ചു കൊടുക്കുന്ന അതേ ഗൗരവത്തിൽ ഇസ്തിഖാറത്തിൻ്റെ കാര്യം സഹാബികൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു. അത്രയും പ്രധാനമാണ്, തവക്കുലിൻ്റെ പ്രധാനപ്പെട്ടൊരു ഭാഗമാണ് ഇസ്തിഖാറത്ത് എന്നത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമ്മളും അത് ശീലിക്കുക. എന്ത് പ്രധാനപ്പെട്ട കാര്യങ്ങളാവട്ടെ, ഇനിയിപ്പോൾ അള്ളാഹുമായി കൂടി ആലോചിച്ചിട്ട് ചെയ്യുക ആ വിഷയങ്ങൾ. അതിൻ്റെ അർത്ഥം എന്താ? ഞങ്ങൾക്കിതിന് ഖൈറാണ് ശർറാണ് എന്നറിയാം, നിന്നിൽ തവക്കുൽ ചെയ്ത് ഞങ്ങൾ ഇറങ്ങാമെന്നുള്ളതാണ് അതിൻ്റെ ആകത്തുക. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശരിക്കും അതിൽ ചെയ്യേണ്ട ദുആകളും അതിൻ്റെ കാര്യങ്ങളും അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കേണ്ട വിഷയങ്ങളും ഇതൊക്കെ സ്വഹാബികൾക്ക് പറഞ്ഞു കൊടുക്കുമെന്നാണ്. നമുക്ക് എന്താ അറിയുക? പരിപൂർണമായ അറിവുള്ളത് അള്ളാഹുവാണ്. നമുക്കൊന്നും അറിയില്ല. നമുക്കിപ്പോൾ ഈ കാര്യം നമ്മൾ ചെയ്ത ഖൈറാണോ ശർറാണോന്നും അറിയില്ല. അതുകൊണ്ട് അള്ളാഹിനോട് ചോദിക്കാൻ തന്നെ അല്ലേ. സ്വഹീഹുൽ ബുഖാരിയിലാണ് ആ വിഷയമുള്ളത്. ആ ദുആ അടക്കം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചാൽ 2 റക്അത്ത് നിസ്കരിച്ചിട്ട് അതിൻ്റെ ശേഷം ഇങ്ങനെ ദുആ ചെയ്യട്ടെ. അല്ലാഹുമ്മ ഇന്നി അസ്തഖിറുക ബിഇൽമിക വഅസ്തഖ്ദിറുക ബിഖുദ്റതിക വഅസ്അലുക മിൻ ഫളലികൽ അളീം فإنك تقدر ولا أقدر وتعلم ولا أعلم وأنت علام الغيوب. اللهم إن كنت تعلم أن هذا الأمر خير لي في ديني ومعاشي وعاقبة أمري فقدره لي ويسره لي ثم بارك لي فيه. وإن كنت تعلم أن هذا الأمر شر لي في ديني ومعاشي وعاقبة أمري فاصرف عني واصرفني عنه وقدر لي الخير حيث كان ثم أرضيني. ഇത് പറഞ്ഞ ശേഷം അവൻ്റെ ആവശ്യം പറയാമെന്നാണ്. ഇതിലിപ്പോൾ ഇത് ഇൻഷാ അല്ലാഹ് ടൈപ്പ് ചെയ്ത് ഇതിൻ്റെ ഹർക്കത്തൊക്കെ ഇട്ടിട്ട് നമ്മളെ ഗ്രൂപ്പിൽ വിടാം. ഇതിൻ്റെ ആകത്തുക, അതിൻ്റെ അർത്ഥം അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുകയാണ്, പടച്ചവനെ ഈ ഒരു കാര്യം, ആ കാര്യം അവിടെ പറയാം, ഈ ഒരു കാര്യം ഇത് നിനക്കറിയാലോ റബ്ബേ, ഇത് ഖൈറാണോ ശർറാണോ എന്നൊക്കെ. അപ്പോൾ എൻ്റെ ദീനിനും ആയിഷത്തിനും എൻ്റെ ആഖിബത്ത് അംരിനുമൊക്കെ ഈ കാര്യം ഖൈറാണെങ്കിൽ നീ എനിക്കത് കണക്കാക്കുകയും ഇത് എളുപ്പമാക്കുകയും അടുപ്പിച്ചു തരികയും ഇതിൽ ബർക്കത്ത് ചെയ്യുകയും ചെയ്യണമേ. ഇനി അതല്ല ദോഷമാണ് എന്ന് നിനക്കറിയുകയാണെങ്കിൽ, അറിയുന്നുവെങ്കിൽ, ദോഷമാണെങ്കിൽ, ഇതെനിക്ക് ദോഷമാണ് എന്ന് നിനക്കറിയാമെങ്കിൽ ഇത് നീ എന്നെക്കൊണ്ട് തിരിച്ചു കളയുകയും ചെയ്യണമേ. എന്നിട്ട് നീ എനിക്ക് ഖൈർ കണക്കാക്കണമേ റബ്ബേ. അപ്പോൾ ശരിക്കും അള്ളാഹുവിനോട് മനസ്സറിഞ്ഞ് പറഞ്ഞാൽ, നമ്മൾ പ്രത്യേകിച്ച് കല്യാണ കാര്യങ്ങളിൽ, വീടുണ്ടാക്കുന്ന വിഷയങ്ങളിൽ, ജോലിക്ക് പോകുന്ന വിഷയങ്ങൾ, ജോലി തിരഞ്ഞെടുക്കുന്ന വിഷയങ്ങളിൽ, മറ്റു പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഞാൻ 2 ഉദാഹരണങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ. അതിലൊക്കെ ഇതേപോലെ കൃത്യമായി അള്ളാഹുവിനോട് കൂടി ആലോചിച്ചിട്ട് തീരുമാനമെടുത്താൽ, അപ്പോൾ കല്യാണത്തിനൊക്കെ 2 ആളും ഇസ്തിഖാറത്ത് നിസ്കരിക്കുക, 3 ആളും നിസ്കരിക്കുക, വാപ്പി ഉമ്മയും മകളോ അല്ലെങ്കിൽ മകനോ എല്ലാവരും വരെ നിസ്കരിക്കുക. 3 ആൾ നിസ്കരിച്ചിട്ട് എന്താണ് അള്ളാഹു തോന്നിപ്പിച്ചിരുന്നതിനനുസരിച്ച് മുന്നോട്ട് പോവുക.
എല്ലാം തീരുമാനിച്ചതിന് ശേഷമല്ല ഇത് ചെയ്യേണ്ടത്, ഇത് ആദ്യമാണ് ചെയ്യേണ്ടത്. ഒരു ആലോചന വരികയാണ്, അപ്പോൾ ആലോചന വരുമ്പോൾ അതുമായി മുന്നോട്ട് പോകണ്ടേ, അങ്ങനെ ഒരു സമയം ഉണ്ടാവില്ല. അപ്പോൾ അള്ളാഹിനോട് ചോദിക്കുക എന്താ ചെയ്യേണ്ടത് റബ്ബേ എന്ന്. അതാണ് ഇസ്തിഖാറത്ത് എന്ന് പറഞ്ഞത്. ഇങ്ങനെ നമ്മൾ ശരിയായ തവക്കുൽ കൊണ്ടു നടക്കുന്ന ആളുകളാണെങ്കിൽ ഒരുപാട് നേട്ടം നമുക്കിത് കൊണ്ടുണ്ടാകും, ഒരുപാട് നേട്ടമുണ്ടാവും, നല്ല റിസൾട്ട് ഉണ്ടാവും. അത് നമുക്ക് ശരിക്കും ഫീൽ ചെയ്ത് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാക്കാനും കഴിയും. ഒന്ന് അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്നുള്ള സഹായം തന്നെ, അന്നസ്റുവത്ത് ഈദ്, അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്നുള്ള സഹായം ഉണ്ടാകും. വഅലല്ലാഹി തവക്കൽ മുഅ്മിനീൻ എന്ന് അള്ളാഹുതആല പറഞ്ഞ ആയത്തുകളൊക്കെ മുമ്പ് ഇങ്ങനെ നിങ്ങൾ തവക്കുൽ ചെയ്ത് ഞങ്ങളെ സഹായിക്കാം, അള്ളാഹു സഹായിക്കുമെന്ന് പറഞ്ഞ ആയത്തുകളാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഭാഗത്തുള്ള നസ്റും തഈദും നമ്മളെ ബലപ്പെടുത്തുക, നമ്മളെ സഹായിക്കുക, എന്തായാലും ഉണ്ടാവും. ഒന്ന്. രണ്ടാമത്തേത് അൽ കിഫായത്തു വൽ ഹിമായത്തു വൽ റിആയത്തു, അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു സംരക്ഷണം നമുക്കുണ്ടാകും, ഒരു സംരക്ഷണം ഉണ്ടാകും. അള്ളാഹു നമുക്ക് മതി എന്നൊരു ലെവലിലേക്ക് നമ്മളെത്തും. അതാണ് സൂറത്തു തലാഖിലെ 3-ാമത്തെ ആയത്തിലൊക്കെ വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബു അലൈഹിസ്സല്ലാഹു ബികാഫിൻ അബ്ദ, സൂറത്തു സുമർ 36 ഇങ്ങനെയൊക്കെ പറയാനുള്ള കാരണം അതാണ്. അപ്പോൾ വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബു, തവക്കുൽ ചെയ്താൽ അള്ളാഹു മതി. എല്ലാ ഹമ്മിൽ നിന്നും ഗമ്മിൽ നിന്നും മോശത്തരത്തിൽ നിന്നും ആപത്തിൽ നിന്നും മുസീബത്തിൽ നിന്നൊക്കെ അള്ളാഹു നമ്മളെ കാക്കും ശരിയായ തവക്കുലുണ്ടെങ്കിൽ. അതാണ് രണ്ടാമത്തെ കാര്യം. അപ്പോൾ ഒന്നാമത്തേത് നമ്മളെ സഹായം, എല്ലാ ഭാഗത്തും സഹായമുണ്ടാവും. രണ്ടാമത്തെ സംരക്ഷണമുണ്ടാവും. മൂന്നാമത്തേത് നല്ല മനസ്സുഖമുണ്ടാവും. റാഹത്ത് വത്തുമഅനീന, നല്ല മനസ്സിന് നല്ല റാഹത്ത്, സന്തോഷം. ശരിക്കും തവക്കുൽ ചെയ്ത് ജീവിക്കുന്ന ആളുകൾക്ക് ഒരു ടെൻഷനും ഉണ്ടാവില്ലല്ലോ, ഒരു ടെൻഷനും ഉണ്ടാവില്ല. ഈ ടെൻഷനില്ലാത്ത അവസ്ഥയാണ് റാഹത്ത് എന്ന് പറഞ്ഞാൽ, അല്ലേ? എന്തെങ്കിലും ഖൈർ വന്നാൽ അൽഹംദുലില്ലാ, അതിൻ്റെ പഠിച്ചവനക്ക് തന്ന ഫضലാണ്, അതിന് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിന് ശുക്ർ ചെയ്യും. ഇപ്പം എന്തെങ്കിലും മുസീബത്ത് പ്രയാസങ്ങൾ വന്നാലോ അത് അള്ളാഹു തആല എന്നെ ഒന്ന് പരീക്ഷിച്ചതാണ്, സാരമില്ല ഞാനിൽ ക്ഷമിക്കുകയാണ്, ഇന്നാലില്ലാഹി പറയും എന്നല്ല. അപ്പോൾ എന്തൊരു നല്ല റാഹത്താണ് മനസ്സിലുണ്ടാവുക. അതുകൊണ്ടാണ് മുഅ്മിനായ മനുഷ്യൻ്റെ കാര്യം അത്ഭുതം എന്ന് ഹബീബാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അജബല്ലി അംരിൽ മുഅ്മിൻ, മുഅ്മിൻ്റെ കാര്യമൊക്കെ അത്ഭുതം തന്നെ. ഇന്ന അംറഹു കുല്ലഹു ഖൈർ, എല്ലാ കാര്യവും ഖൈറാണ്, ഓൻക്ക് എന്താണ് ഖൈറാണ്. ഇത് മുഅ്മിനിന് മാത്രമുള്ള സവിശേഷതയാണ്, വേറൊരാൾക്കും ഇത് അവകാശപ്പെടാൻ പാടില്ല. വലൈസ ദാലിക ലിഅഹദിൻ ഇല്ലാ ലിൽമുഅ്മിൻ, മുഅ്മിനിന് മാത്രമേ ഈ ഒരു സംഗതി ഉള്ളൂ. ഏത് സംഗതി? എല്ലാ കാര്യവും ഖൈറാണ് എന്നത് മുഅ്മിൻ്റെ മാത്രം പ്രത്യേകതയാണ്. എന്താണ് എല്ലാ കാര്യവും ഖൈറാന്ന് പറയാൻ കാരണം? ഓൻ എന്തെങ്കിലും സന്തോഷം വന്നാലോ അൽഹംദുലില്ലാ എന്ന് പറയും, അതും ഖൈറാണ്. ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാലോ ഇന്നാലില്ലാ പറഞ്ഞിട്ട് ക്ഷമിക്കും, പരീക്ഷനാണെന്ന് വിചാരിച്ച് ക്ഷമിക്കും, അള്ളാഹു ഒന്ന് കൂലി പ്രതീക്ഷിക്കും, അതും ഖൈറാണ്. ഇതെല്ലാം പേര് മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്തും ഖൈറാണ്. അപ്പം മുതവക്കിലായ മനുഷ്യൻ, ശരിയായ തവക്കുൽ ചെയ്യുന്ന ആൾക്ക് നിരാശ ഉണ്ടാവില്ല, അയാൾ ഇടങ്ങാറാവില്ല, അയാൾ അസ്വസ്ഥനാവില്ല, അയാൾ എപ്പോഴും റാഹത്തിലേക്കാരും. അയാളെ പറച്ചിൽ ഇതാണ്, സൂറത്ത് തൗബയിൽ 51-ാമത്തെ ആയത്താണ്. അയാൾ എപ്പോഴും ചിന്ത അതാണ്, എന്ത്? ഖുൽ ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ വഅലല്ലാഹി ഫലയതവക്കലിൽ മുഅ്മിനൂൻ. ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ, നമ്മളിപ്പോൾ കുറേ ടെൻഷൻ അടിച്ചിട്ട് എന്താ കാര്യം? അള്ളാഹ് കണക്കാക്കിയതേ എനിക്ക് വരുള്ളൂ. ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ. ഇങ്ങനെ പറഞ്ഞ് ചിന്തിച്ച് നടക്കുന്ന ആൾക്ക് എന്തൊരു റാഹത്തായിരിക്കും ജീവിതത്തിൽ. സുബ്ഹാനല്ലാഹ്. അതുപോലെ തന്നെ 4-ാമത്തെ കാര്യം, പിശാച് നമ്മളെ ആ വഴിക്ക് വരില്ല. ശരിക്കും തവക്കുൽ നടക്കുകയാണെങ്കിൽ പിശാച് നീച്ച് മണ്ടി പോവുകയാണ്, നമ്മളെ വഴിക്ക് വരില്ല. സൂറത്തുൽ ആറാഫിലെ 16-17 ഒക്കെ ഈ വിഷയം അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. പിശാച് ഞാൻ എൻ്റെ ആൾക്കാരെ പേടിപ്പിക്കുമെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വലതുഭാഗത്തും ഇടതുഭാഗത്തും കൂടെ ഒക്കെ വരുമെന്നൊക്കെ പറഞ്ഞപ്പോഴൊക്കെ അല്ലാഹു തആല ആട്ടിയിട്ടുണ്ട്. എടാ നിനക്ക് എൻ്റെ ആളുകളൊന്നും ചെയ്യാൻ കഴിയില്ല, എൻ്റെ ആളുകളൊന്നും ചെയ്യാൻ കഴിയില്ല. സൂറത്തുൻ നഹ്ലിലെ 99-ലും അല്ലാഹു തആല വിഷയം പറഞ്ഞിട്ടുണ്ട്. ഇദാ ഖറഅതൽ ഖുർആന ഫസ്തഇദ് ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഇന്നഹു ലൈസ ലഹു സുൽത്താനുൻ അലല്ലദീന ആമനു വഅലാ റബ്ബിഹിം യതവക്കലൂൻ. കണ്ടോ, ഇന്നഹു ലൈസ ലഹു സുൽത്താനുൻ, പിശാചിന് ഒരു അധികാരവും കാണിക്കാൻ കഴിയില്ല. ആരമേൽ? അലല്ലദീന ആമനു വഅലാ റബ്ബിഹിം യതവക്കലൂൻ, മുഅ്മിനീങ്ങളായ തവക്കുൽ ചെയ്യുന്ന ആളുകളുടെ മേൽ, അവരുടെ റബ്ബിന്മേൽ തവക്കുൽ ചെയ്യുന്ന ആളുകളുടെ മേൽ ഈ ചങ്ങായിക്ക് ഒരു സുൽത്താനുമില്ല, ഒരു അധികാരവുമില്ല, അല്ലാത്തവരെ പിടിക്കും. അതാറാം ശേഷം പറയുന്നുണ്ട്, ഇന്നമാ സുൽത്താനുഹു അലല്ലദീന യതവല്ലൗനഹു. പിന്നെ ആരെ മേലാണ് ഇവൻ അധികാരം ചെലുത്തുക? ഇന്നമാ സുൽത്താനുഹു, നിശ്ചയമായും പിശാചിന് അധികാരം ചെലുത്താൻ കഴിയുന്നത്, സ്വാധീനം ചെലുത്താൻ കഴിയുന്നത് അലല്ലദീന യതവല്ലൗനഹു, അവൻ്റെ പിന്നാലെ പോകുന്ന ആൾക്കാരെയാണ്. വല്ലദീന ഹും ബിഹി മുശ്രികൂൻ, അല്ലാഹുവിൽ ശിർക്ക് ചെയ്യുന്ന ആളുകളെയുമാണ്. അപ്പോൾ പിശാചിനെ ആട്ടി അകറ്റി നിർത്തുക എന്നത് നമ്മൾക്കൊക്കെ വേണ്ടൊരു സംഗതി. നമ്മളൊക്കെ ആകെ മെനക്കേണ്ടത് ഓനെ മാറ്റി നിർത്താനാണ്. പക്ഷേ നമ്മൾ പലപ്പോഴും ഓൻ്റെ കൂടെ പോവുകയാണ്. നമ്മൾ തന്നെ പിശാചുക്കളായി മാറുന്ന അവസരങ്ങളുണ്ട്, അല്ലേ? അള്ളാഹു കാക്കട്ടെ നമ്മളെ. അപ്പോൾ ഈ ഒരു തവക്കുലുണ്ടായാൽ പിന്നെ ഓൻ നമ്മൾ നാലാലത്ത് വരില്ല എന്നാണ്. കാരണം ഓൻ തീരുമാനിക്കുക വെച്ചങ്ങനെ ഇത് പോയിട്ട് കാര്യമില്ല. ഓൻ അള്ളാഹു തവക്കുൽ ചെയ്താലാണ്. ഞാനിപ്പോൾ എന്ത് ചെയ്തിട്ട് ഓന് മാറത്തടിച്ച് നിലവിളിച്ചാനോ പ്രയാസപ്പെടാനോ ആളുകളോട് പൊറുതിയോട് പറഞ്ഞ് നടക്കാനോ
അക്ഷമ കാട്ടാനൊന്നും ഓനെ കിട്ടൂല, ഓൻ അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത ആളാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്യും. അള്ളാഹുവിൻ്റെ ഭാഗത്തേക്ക് തിരിഞ്ഞ ആളുകളെ പിന്നെ ഓൻ നോക്കൂല എന്നർത്ഥം. അത് അള്ളാഹു തആല അവനോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ആൾക്കാരെ കിട്ടൂല. പിന്നെ ഇത് 4-ാമത്തെ കാര്യം. 5-ാമത്തെ കാര്യം അള്ളാഹുവിൻ്റെ സ്നേഹമുണ്ടാവും. അത് ഭയങ്കര വിഷയമല്ലേ. അള്ളാഹുക്ക് ഭയങ്കര ഇഷ്ടമാണ് മുത്തവക്കിലീങ്ങളെ എന്ന് പരിശുദ്ധ ഖുർആനിലില്ലേ. സൂറത്ത് ആലി ഇംറാൻ 159 ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫഇദാ അസംത ഫതവക്കൽ അലല്ലാഹ് ഇന്നല്ലാഹ യുഹിബ്ബുൽ മുത്തവക്കിലീൻ. നിങ്ങളൊരു കാര്യം തീരുമാനിച്ചാൽ പിന്നെ അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത് മുന്നോട്ട് പോയിക്കോളൂ. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുത്തവക്കിലീൻ. അള്ളാഹുവിന് തവക്കുൽ ചെയ്യുന്ന ആളുകൾ വലിയ ഇഷ്ടമാണ് എന്ന് അല്ലേ. നമ്മുടെ അറബി സഹോദരങ്ങളൊക്കെ സാധാരണ വാക്കുകൾ പറയുമ്പോൾ തന്നെ നമ്മൾ എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ പിന്നെ ഒരു കാര്യം തീരുമാനിച്ചിട്ട് ഇനി അതനുസരിച്ച് മുന്നോട്ട് പോകട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും വിഷയം പറയുമ്പോഴേക്കും തവക്കൽ അലല്ലാഹ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അള്ളാഹുവിന് തവക്കുൽ ചെയ്തിട്ട് കാര്യം ചെയ്തോ, നീ പോയിക്കോ, നീ ഇന്ന പണി ചെയ്തോ, കട തുടങ്ങിക്കോ, അല്ലെങ്കിൽ കാര്യം ചെയ്തോ, ഓഫീസിൽ ജോലി ചെയ്തോ, ഇങ്ങനെയൊക്കെ പല കാര്യങ്ങൾക്കും അവർ ആദ്യം വരെ തവക്കൽ അലല്ലാഹ് എന്നാണ്. തവക്കൽ അലല്ലാഹ് ആ വാക്കിൽ തന്നെ അതിൻ്റെ എല്ലാം ഉണ്ട്. അതാണ് ഫഇദാ അസംത ഫതവക്കൽ അലല്ലാഹ് ഇന്നല്ലാഹ യുഹിബ്ബുൽ മുത്തവക്കിലീൻ. 6-ാമത്തെ വിഷയം അൽ ഫൗസ് ബിൽ ജന്ന. സ്വർഗം കിട്ടും എന്നത് തവക്കുലിൻ്റെ ഒരു ഗുണമാണ്. സ്വർഗം കിട്ടും. അതും കൂടിയല്ല ഇപ്പം നമ്മൾ മെനക്കെടുന്നത്. നമ്മളെ ഏറ്റവും വലിയ മെനക്കെടുപ്പ് സ്വർഗത്തിന് വേണ്ടിയാണ്. സ്വർഗത്തിൽ തന്നെ അള്ളാഹുവിനെ കാണുക എന്നുള്ളതാണ് നമ്മുടെ മെനക്കെട് അല്ലേ. അള്ളാഹിനെ കാണണമെങ്കിൽ സ്വർഗത്തിലെത്തണം. സുബ്ഹാനല്ലാഹ്. സൂറത്തുൽ അൻകബൂത്ത് 58-ലും 59-ലും അല്ലാഹു തആല പറയുന്നു മുഅ്മിനീങ്ങളെക്കുറിച്ച്, സ്വർഗം കിട്ടുന്ന ആളുകളെക്കുറിച്ച് പറഞ്ഞിട്ട് അവസാനം പറഞ്ഞ എന്താണെന്ന് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി ലനുബവ്വിഅന്നഹും മിനൽ ജന്നത്തി ഗുറഫൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ നിഅമ അജ്റുൽ ആമിലീൻ അല്ലദീന സ്വബറു വഅലാ റബ്ബിഹിം യതവക്കലൂൻ. കണ്ടോ, ഇങ്ങനെയുള്ള ആളുകൾക്ക് സ്വർഗത്തിൽ ഉന്നതമായ ദർജകളുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ആരാണ് കൂട്ടർ? അല്ലദീന സ്വബറു, ക്ഷമിക്കുകയും വഅലാ റബ്ബിഹിം യതവക്കലൂൻ, തവക്കുൽ ചെയ്യുകയും ചെയ്ത ആളുകൾ. സൂറത്തു ശൂറയിലെ 36-ാമത്തെ ആയത്തിലും ഇതേപോലെ കാണാം വമാ ഇൻദല്ലാഹി ഖൈറുൻ വഅബ്ഖാ ലില്ലദീന ആമനു വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അള്ളാഹുവിൽ വിശ്വസിക്കുകയും തവക്കുൽ ചെയ്യുകയും ചെയ്ത ആളുകൾക്ക് അള്ളാഹു ഒരുക്കി വെച്ചത് അത് വളരെ ഖൈറാണ്, അതാണ് ഏറ്റവും ഗുണകരമായത്, എന്നെന്നും നിലനിൽക്കുന്നതും അതാണ് എന്നും അള്ളാഹു തആല പറയുകയാണ്. അപ്പോൾ മുത്തവക്കിലീങ്ങൾക്ക് സ്വർഗം കിട്ടും. മുത്തവക്കിലീങ്ങൾക്ക് അള്ളാഹിനെ ഭയങ്കര ഇഷ്ടമുണ്ടാകും. മുത്തവക്കിലീങ്ങൾ പിശാച് അടുത്തേക്ക് വരില്ല. മുത്തവക്കിലീങ്ങൾക്ക് അള്ളാഹുവിൻ്റെ പ്രത്യേക സംരക്ഷണവും സഹായവും ഉണ്ടാവും. മുത്തവക്കിലീങ്ങൾക്ക് പരിപൂർണമായ ആശ്വാസവും ഉണ്ടാവും. ഇങ്ങനെ ഒരു 6 കാര്യങ്ങളാണ് നമ്മൾ തവക്കുലിൻ്റെ ഗുണഗണങ്ങളായി നമ്മൾ എണ്ണി പറഞ്ഞത്, നേട്ടങ്ങളായി എണ്ണി പറഞ്ഞത്. എന്തായാലും വിശദമായി നമ്മൾ പഠിച്ചു 2-3 ക്ലാസ്സുകളിൽ. അള്ളാഹു തആല ശരിയായ തവക്കുൽ ചെയ്യുന്ന ആളുകളെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി തരട്ടെ. നമ്മുടെയൊക്കെ ഈമാൻ അല്ലെ അള്ളാഹു തആല പരിപൂർണമാക്കി തരട്ടെ. ലൻ യുസീബന ഇല്ലാ മാ കതബല്ലാഹു ലനാ എന്ന എന്ത് മുസീബത്ത് വന്നാലും എന്ത് പ്രയാസങ്ങൾ വന്നാലും ആ ഒരു ലെവലിലേക്ക് എത്താൻ അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ. റബ്ബ് കണക്കാക്കിയത് വരൂ, ഇത് പരീക്ഷണമാണ്, ഞാൻ കൂലി പ്രതീക്ഷിക്കുന്നു എന്നൊരു ചിന്താഗതിയോട് നടക്കാൻ, എന്ത് നിഅമത്ത് കിട്ടിയാലും അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ, എപ്പോഴും ഹംദിൻ്റെ ശുക്റിൻ്റെ മനസ്സോടുകൂടി ജീവിക്കാനൊക്കെ അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് 10-ാമത്തെ ആയത്ത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.